അല്ല ടിച്ചൂല, ഇജ്ജ് പണിക്കൊന്നും പോയില്ലേ? കുറച്ച് കേറാണ്ട്, അത് ഉച്ചയായിട്ട് പോയി കേറും. അല്ല, അനക്കിപ്പോ എവിടെയുള്ള തെങ്ങന്മ കാരണം കൂടുതൽ താല്പര്യം? അത് നിങ്ങൾ ചോദിച്ചു വളരെ കറക്റ്റ്. എനിക്ക് ഈ കുളക്കടവ്, പുഴക്കടവ് ഈ ഭാഗത്തുള്ള തെങ്ങിൽ കയറാനാണ് കൂടുതൽ. കേട്ടമല്ലാക്ക, ഞാനുണ്ടാക്കിയ ആലോചന ആയതുകൊണ്ട് പറയല്ല. സൽസ്വഭാവിയായ പയ്യൻ, ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ, നല്ല തറവാട്. പയ്യനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ആചാര്യ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞേ? പഹയ അന്റെ കഴിവ് അപാരം തന്നെയാണ്. ആചാര്യ അങ്ങനെ പറഞ്ഞു? എന്താ ഇങ്ങക്ക് വിശ്വാസമായില്ലേ? വിശ്വാസം. പക്ഷേ ഒരു താടി വടിക്കുമ്പോഴല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കല്. അതുകൊണ്ട് ചെക്കൻ പെണ്ണ് കാണാൻ വരുമ്പോ ഞാനും ഒരാളുടെ വീട്ടിലേക്ക് വരാം. കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാവും, നല്ലതാണല്ലോ. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവൂലേ? എടോ, ഇങ്ങനെയൊക്കെ അല്ലേ മനുഷ്യന്മാരെ സഹായിക്കുക. എടാ മൊല്ലേ, ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങടാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ കഴിയുമേ? എടോ, മക്കളെ വളർത്തുമ്പോ മര്യാദക്ക് വളർത്തണം. അന്റെ മകൻ എന്താ കാട്ടിന്ന് എനക്കറിയോ? ഇത് പറയാതെ ഞാൻ എങ്ങനെ അറിയും? അന്റെ മകനും ഇന്റെ മകനും കളിക്കണീന്റെ അടിയില് അന്റെ മകൻ ഇന്റെ മകന്റെ തലയിൽ കല്ലിട്ടടിച്ചു. ഇന്റെ മകന്റെ തല പൊട്ടിയിൽ ആശുപത്രിയില്ല. ഇത്രേ ഉള്ളൂ? എടക്കെരിമേ, ഇതൊന്നും നമ്മൾ കാര്യാക്കരുത്. അനക്കങ്ങനെ പറയാ. തല പൊട്ടിയ ഇന്റെ മകന്റെ. അന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇന്റെ മകനല്ല കരിമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രക്ഷിതാക്കള് കുട്ടികളെ പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല. അനക്കറിയോ ജാലിയൻവാലാബാഗ് സംഭവം? 2 കുട്ടികൾ തമ്മിൽ സ്കൂളിലൊരു ബാഗിന്റെ പേരിലുണ്ടായ പ്രശ്നം. പിന്നെ അതിൽ രക്ഷിതാക്കൾ ഇടപെട്ട് ബയക്കായി ബക്കാണായി. ഒടുവിൽ ബ്രിട്ടീഷുകാർ വന്ന് 100 പേരെ വെടിവെച്ച് വന്നിട്ടാണ് പ്രശ്നം തീർന്നത്. അതുകൊണ്ട് ഇന്റെ കുട്ടിയുടെ പ്രശ്നം തീരുമല്ലാക്ക. കരിമേ, നമ്മൾ മാതാപിതാക്കള് ഈ പ്രശ്നം പക്വതയോടെ കൈകാര്യം ചെയ്യും. അത് മൊല്ലാക്ക വണ്ടിയിലും കാര്യമുണ്ട്. നമ്മൾ ഇതിൽ ഇടപെടുമ്പോ പ്രശ്നം കൂടുതലാവും. അതുകൊണ്ട് കരിമേ, ഈ അതങ്ങോട്ട് ക്ഷമിച്ചാളാ. അങ്ങനെ ഓനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓട്ടോറിക്ഷ ചാട്ടായിക്ക മോനെ. മൊല്ലാക്ക, എന്നാ നേരം കളയണ്ട, കേറിക്കോളി. പറഞ്ഞിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളെ മകൻ ഇന്റെ മകന്റെ അല്ല, മറിച്ച് ഇന്റെ മകൻ നിങ്ങളെ മകന്റെ തല അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൊല്ലേ, അന്റെ മകനോട് ആ ജാലിയൻവാലാബാഗിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് ട്ടോ. ഇല്ലെങ്കിലേ ആ ചെറുക്കിന് ഇന്റെ മകനോട് വൈരാഗ്യം ഉണ്ടാവുകേ. പച്ചപ്പാനന്ദങ്ങേ പുന്നാരപ്പൂണ്ടെങ്ങേ കേറാൻ ഞാൻ വരുന്നു, കേറാൻ ഞാൻ വരുന്നു. അല്ല മോനെ, എണ്ണിക്കമ്മുക്കാക്കാന്റെ മോനല്ലേ? അതെ. എത്ര കാലമായി ഗൾഫ് പോരടങ്ങിയിട്ട്? ഇതുവരെ ഇനിയൊന്ന് കണ്ടറിഞ്ഞു? കണ്ടറിയാന്ന്. കണ്ടാൽ എനിക്കറിയാം, അത് എനിക്കറിയാം. അതല്ല, ഇജ്ജ് ഞമ്മക്ക് ഇതുവരെ കണ്ടറിഞ്ഞൊന്നും തന്നിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാനിപ്പോ കുറച്ച് തിരക്കിലാ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലോട്ട് അങ്ങോട്ട് വരാം. അതിന് എനിക്കെന്റെ വീട് അറിയോ? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മളീ വായനശാലന്റെ സൈഡ് കയറിയിട്ട് ശവക്കോട്ടുണ്ടല്ലോ. ശവക്കോട്ടിലല്ല, അതിന്റെ സൈഡിൽ കൂടെ അല്ല, റോഡിനോട് പോയിട്ട് നമ്മൾ ബാപ്പാക്കാന്റെ വീടില്ലേ, ബാപ്പാക്കാന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നിക്കാൻ പോണ ആഴ്ച അല്ലടാ, പെറ്റോടത്ത് നിക്കാൻ പോണ ആഴ്ചല്ലേ കോട്ടക്കലും തിരൂരൊക്കെ. ഓളപ്പ എന്റെ തൊട്ടപ്പുറത്തെ പേര. അവിടെ വന്നിട്ട് നെറ്റോണ്ട് ബെല്ലടിക്കുക. എന്റെ 2 കൈയിലും കഷത്തിലും എനിക്ക് തരാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന സാധനങ്ങളാകുമല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് നെറ്റോണ്ട് ബെല്ലടി. എന്നാ ശരി, ഞാൻ പോട്ടെ. പിന്നെ നോക്കാം, വഴി മറക്കണ്ടോ. അല്ല, ഇതാരും മൊല്ലാക്കെ. നിങ്ങളിങ്ങനെ നടന്നോളി. പിന്നെ ഞാനെന്താ പായേണ്ടി വരും. നിങ്ങൾ മൊല്ലാക്കല്ലാന്നും ദർശക്കും മൂത്തള്ളിക്കൊന്നും പോയിട്ടില്ലാന്നും പണ്ടാരോ കോഴി ഇറക്കണ കണ്ട് മൊല്ലാക്കന്ന് വിളിച്ചതെന്ന് പറഞ്ഞിടക്കണ്ടേ. നമ്മളെ കരുനാക്ക് കരിമാക്ക, അല്ലാതെ ആരങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞു. കണ്ടിട്ടെന്നെ കാര്യം കാണണം.
ഐ എത്ര നിങ്ങൾ കാട്ടിയേ എടാ കെരീമേ, ഇത് കണ്ട അണ്ടനോടും അടകോടനോടൊക്കെ ഇന്നെ പറ്റി കുറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ട്. മേലാൽ ഇത് ആവർത്തിച്ചാൽ അന്റെ താടിയും മണ്ണൊന്നും ഞാൻ നോക്കൂല, അടിച്ച എന്റെ അണപ്പല്ലി ഞാൻ തായിടും. ഇത് എനിക്ക് ഞാൻ തരുന്ന ഫസ്റ്റത്തെ ലാസ്റ്റ് വാണിംഗ് ആണ്. അതെങ്ങാനും തെറ്റിച്ചാൽ അനക്ക് രണ്ടാമത്തെ ലാസ്റ്റ് വാണിംഗ് തരും. അടുക്കരുത് പാടാ. പെയ്ക്കോ എവിടെ എത്തുന്നു ഞമ്മക്കൊന്ന് കാണാലോ. കരീമാക്കത് പറഞ്ഞോണ്ട് ഞാനല്ല, സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. നിങ്ങൾ പോയിക്കോളി. ഓന്റെ കുതിര ഇത് ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസമായി പോയല്ലോ. ഇതിലൊന്നും വലിയ കഥലടാ, അത് ഞാൻ തെളിയിക്കും. മാറിക്കൗട്ട്. എന്തേ ഇജ്ജ് പോയില്ലേ? നിങ്ങൾ ഈ വർത്താനം കേട്ടിട്ട് ഇനി ഞാൻ പോണല്ലേ? അയാൾ നിട്ടിച്ചൂലിനെ കാക്കണ്ട. ഓന്റെ മനസ്സാ ആ പാവത്തിനോട് നിങ്ങൾ ഈ നാക്ക് വാണ്ടി. ഇന്റെ നാക്കിന്റെ കുഴപ്പല്ലേ, ഓന്റെ പോക്കിന്റെ കുഴപ്പാ. അന്റെ ഉണക്കപ്പറമ്പൂച്ചി കൊമ്പിന്റെ മാരില്ല സൈക്കിളിന് മാറ്റണം, അന്നുള്ളത് നന്നാവുക. ഓന്റെ മുല്ലാക്ക വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാം. പാറപ്പുറത്ത് തുണി തോരട്ടുമായി കിടക്കണ്. ഐ അപ്പോഴും പറഞ്ഞു ഞാൻ പോണ്ട പറഞ്ഞാ കേൾക്കൂല. വേണ്ട മുല്ലാക്ക, നെഞ്ചത്തടിച്ച് കണ്ട എല്ലും കൂടി പൊട്ടിച്ചല്ല. എന്നിട്ട് ഇറങ്ങി മറന്നുകൊണ്ടാണെങ്കിലും അരിച്ചാകെ കാണാ. ആ ചെരുപ്പൊക്കെ നിർത്തോളി. ആ പൊടി തട്ടി നിലത്തേക്ക് പോണ പല്ലിന്റെ മാരിണ്ട്. ഞാനൊന്ന് പിടിച്ചിരുന്നോളി. അന്ധവിശ്വാസം ഉണ്ട്. ഇപ്പൊ എന്തായി? തള്ളിയിടല്ലടാ, ശരിക്ക് പോട്ടെ.